നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മൂലം നക്ഷത്രം. ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ മൂലം നക്ഷത്രം ആദിശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം ഗുണകരമാണ്. വ്യാഴം 7ലേക്ക് മാറുന്നതുകൊണ്ടും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് നല്ല രീതിയിലുള്ള ഉയർച്ച അനുഭവത്തിൽ വരും. ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം ഗുണകരമാണ്. സാമ്പത്തികമായുള്ളതായിരിക്കുന്ന ഉയർച്ചയും ഉണ്ടാകും. ലോണുകളോ മറ്റ് ക്രെഡിറ്റ് സൗകര്യങ്ങളോ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. ഗവൺമെൻറ് തലത്തിൽ നിന്നും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. പ്രേമകാര്യങ്ങളിൽ വിജയവും വിവാഹാദി മംഗളകാര്യസിദ്ധിയും ഫലമാണ്. കണ്ടകശിനി സമയമായതുകൊണ്ട് തന്നെ കുടുംബപരമായിട്ട് അല്പം ചില വിഷമതകൾക്കും ഇട കാണുന്നുണ്ട്. വാക്കുകളിൽ കലഹപ്രാധാന്യം വരും എന്നതുകൊണ്ട് തന്നെ ബന്ധുജനങ്ങളോട് രമ്യമായി പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല കാര്യങ്ങളിലും മുൻപിൻ ആലോചനയില്ലാതെ പ്രവർത്തിക്കുക നിമിത്തമായിട്ട് പ്രയാസങ്ങൾക്കും ഇട കാണുന്നുണ്ട്. ചില സമയത്ത് തടവിലാക്കപ്പെട്ടൊരു പ്രതീതി ഉണ്ടാകും. ചെയ്യുന്ന തൊഴിലിനോ ഇരിക്കുന്ന സ്ഥലത്തിനോ മാറ്റങ്ങൾക്കും ഇട കാണുന്നുണ്ട്. വിദേശയാത്രാ പരിശ്രമങ്ങൾ വിജയത്തിലെത്തും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത കാണുന്നുണ്ട്. സ്നേഹിതന്മാരിൽ നിന്നോ സഹോദരാദികളിൽ നിന്നോ വഞ്ചനാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങളും ഉണ്ടാകാം. ഇഴജന്തുക്കളിൽ നിന്നും അപായ സാധ്യതയ്ക്കും ഇടയുണ്ട്. ജീവിതത്തിലെ ചില നിർണായക കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായും വന്നേക്കും. ദോഷപരിഹാരാർത്ഥമായിട്ട് ശിവങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും കൂവളമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ശരഭയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.